Psalms chapter 4. നമുക്ക് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിയുവിൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. നീതിയാഗങ്ങളെ അർപ്പിപ്പിൻ, യഹോവയിൽ ആശ്രയം വയ്ക്കുവിൻ. അടുത്ത 2 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഈ യഹോവയെ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഇരിക്കും. എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ, നമുക്കൊരുമിച്ച് കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞു പോയ ഓരോ നിമിഷങ്ങളും കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. നമ്മളിൽ ഒന്നുപോലും കുറഞ്ഞു പോകാതെ കർത്താവ് നമ്മളെ സൂക്ഷിച്ച എല്ലാ കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. അത് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് കർത്താവ് തന്നു. അസാധ്യമായത്, യേശുവിനിൽ അസാധ്യമായത് ഒന്നുമില്ലാതെ നമുക്ക് പാടുവാൻ, അത് ജീവിതത്തിൽ രുചിച്ചറിയുവാൻ തക്കോണം ഇടയായവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ടാണ് നാം ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്. ഇന്ന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന സങ്കീർത്തനം 4-ാമത്തെ സങ്കീർത്തനമാണ്. കഴിഞ്ഞ ആഴ്ച നാം കേട്ടത് 3-ാമത്തെ സങ്കീർത്തനമാണ്. 3-ാമത്തെ സങ്കീർത്തനവും 4-ാമത്തെ സങ്കീർത്തനവും തങ്ങളിൽ വളരെ കണക്ഷനുണ്ട്. അത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നാം വായിച്ച് കേട്ട സങ്കീർത്തനം ദൈവാശ്രയത്തിൻ്റെ പ്രഭാത പ്രാർത്ഥന ആയിരുന്നു നാം കേട്ടത്. എന്നാൽ ഈ 4-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ദൈവാശ്രയത്തിൻ്റെ സന്ധ്യാപ്രാർത്ഥന. കാരണം അതിന് 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ 3-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യത്തിൽ എഴുതിയിട്ട്, ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ 4-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ അവസാനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. അപ്പോൾ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പോകുന്ന ഒരു ദൈവ പൈതലിൻ്റെ ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ദാവീദ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഇത് ദാവീദ് അബ്ശാലോമിനെ പേടിച്ച് സ്ഥലം വിട്ട് പോകുന്ന ഒരു സമയത്ത്, വളരെ കഷ്ടത അനുഭവിച്ച സമയത്ത് എഴുതിയ ഒരു സങ്കീർത്തനമാണ് ഇത്. സ്വന്തം മകനാൽ ഭയപ്പെട്ട് താനെ ഓടിപ്പോയി അബ്ശാലോം തന്നെത്താൻ രാജാവായി തീർന്നു. സെക്കൻഡ് സാമുവേൽ ചാപ്റ്റർ 15 വേഴ്സ് 13-14 അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അബ്ശാലോമിനെ പേടിച്ച് പോകുന്ന ഒരു ദാവീദിനെയാണ് നാം ഇവിടെ കാണുന്നത്. ആ ദാവീദ് പോയി കഴിഞ്ഞിട്ട് എഴുതിയ സങ്കീർത്തനമാണ്. അവിടുന്ന് അബ്ശാലോം 12 ഗോത്രങ്ങളിലുള്ള ഇസ്രായേൽ മക്കളെയും വശീകരിച്ച് തൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം താൻ ആ സ്ഥലം വിട്ട് ഹെബ്രോനിൽ രാജാവായിരിക്കുന്നുവെന്ന് അവിടെ അറിയിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ അത് കേട്ട ഉടനെ ദാവീദിന് വളരെ ഭയമായി അദ്ദേഹം രാജസ്ഥാനത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു സമയത്താണ് ഈ സങ്കീർത്തനം എഴുതുന്നത്. അപ്പോൾ 4-ാമത്തെ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളെ കണ്ട ദാവീദ്, ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞ ഒരു ദാവീദിനെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ ഞെരുക്കങ്ങളിലായിരുന്നു, നമ്മൾ വിശാലതയിലേക്ക് കടന്നു വരാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നമുക്ക് സാമ്പത്തികമായ ഞെരുക്കമായിരിക്കാം, നമുക്ക് ജോലിയുടെ സ്ട്രെസ്സായിരിക്കാം, നമുക്ക് അല്ലെങ്കിൽ അസുഖമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനായിരിക്കാം, നമ്മുടെ പേരൻസിനായിരിക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഞെരുക്കങ്ങളുണ്ടാകും. ഞെരുക്കങ്ങളും ഉണ്ടാകും, ഞരക്കങ്ങളും ഉണ്ടാകും, അല്ലേ? ഞെരുക്കം വരുമ്പോൾ നമുക്ക് ഞരക്കങ്ങളും ഉണ്ടാകും. അപ്പോൾ ഈ ഞെരുക്കത്തിനും ഞരക്കത്തിനും എല്ലാം ഒരേ ഒരു പരിഹാരം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളെ മാറ്റുവാൻ ഈ ലോകത്ത് ഒരു മനുഷ്യനും കഴിയുകയില്ല. നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളെ മാറ്റുവാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമാണ്. അപ്പോൾ ഇവിടെ ദൈവത്തെ രുചിച്ചറിഞ്ഞ ദാവീദ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. 2 രീതിയിൽ നമുക്ക് ഞെരുക്കം വരും. ഈ ലോകത്തിലെ ജീവിതത്തിൽ ഫൈനാൻഷ്യൽ എങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകും. എന്നാൽ ആത്മീയമാകുന്ന ഞെരുക്കം അനുഭവിക്കുന്നതാണ് അതിനേക്കാൾ വലിയ വിഷമം. കാരണം നാം പണ്ട് ദൈവത്തോട് ചേർന്നിരുന്നാൽ ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ഇന്ന് പഴയതുപോലെ പാടുവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ സമയം കിട്ടുന്നില്ല, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടപ്പാൻ കഴിയുന്നില്ല. കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് പാസ്റ്റർ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച് ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അതുപോലെ ഒന്നും ആകാൻ കഴിഞ്ഞില്ല എന്നുള്ള
എന്നുള്ള ഒരു ഞെരുക്കം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ആവശ്യമാണ്. നമുക്ക് ഫൈനാൻഷ്യൽ പ്രശ്നമുണ്ടോ, ദൈവം അതിൻ്റെ വഴികളെ തുറക്കും. ജോലിയുടേതായ പ്രശ്നമാണോ, അത് ദൈവം മാറ്റിത്തരും. അങ്ങനെ എല്ലാത്തിനും പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മുടെ ദൈവം, നമ്മുടെ യേശു നമ്മുടെ കൂടെയുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സാമീപ്യം എപ്പോഴും നമുക്ക് ആവശ്യം. കാരണം നമ്മുടെ പ്രശ്നങ്ങളുടെ, നമ്മുടെ ആന്തരികമായ പ്രശ്നങ്ങൾക്കെല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകൾ, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, നമുക്ക് പഴയതുപോലെ ദൈവത്തോട് ചേർന്ന് നടപ്പാൻ കഴിയാത്തതിനും ആൻസർ ഒന്നേ ഉള്ളൂ: യേശുവിൽ വസിക്കുക. അതുമാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ദൈവമകനായ ദാവീദ് എഴുതിയിരിക്കുന്ന, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. നമുക്ക് ഞെരുക്കമുണ്ടായിരുന്നു, ഇന്ന് ഞെരുക്കമുണ്ട്, ഇനി ഞെരുക്കം വരും. എന്നാൽ അതിൻ്റെ എല്ലാ മധ്യത്തിൽ നമ്മൾ പതറിപ്പോകരുത്. യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതുപോലെ ദൈവത്തെ നമ്മളോട് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഞെരുക്കമാകട്ടെ എന്തുമാകട്ടെ, നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അടുത്ത വാക്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്: പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്നയാക്കി മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ്. ആദ്യമായിട്ട് വായിക്കുന്നവർക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്യും. പക്ഷേ നമ്മളെക്കുറിച്ച്, അല്ലെങ്കിൽ ദാവീദിനെക്കുറിച്ച് നിന്ന് സംസാരിക്കുന്നു, അല്ലെങ്കിൽ പുറത്ത് നിന്ന് പറയുന്നു എന്നുള്ളതാണ് ദാവീദ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ നമുക്കും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് മാത്രം അത് ദാവീദിൻ്റെ ഒന്ന് വായിക്കാം. ദാവീദിനെ ഈ രക്ഷപ്പെട്ട് ഓടുന്ന സമയത്ത് ശിമെയി വന്ന് ദാവീദിനെ ശപിക്കുന്നുണ്ട്. അപ്പോൾ ദാവീദ് അതിന് പറയുന്ന മറുപടിയും നമുക്ക് ഒന്ന് ജസ്റ്റ് ഞാൻ തന്നെ വായിക്കാം. 2 സാമുവേൽ ചാപ്റ്റർ 16 വേഴ്സ് 7. ശിമെയി ശപിച്ചുകൊണ്ട് ഈ വണ്ണം പറഞ്ഞു: രക്തപാതക, നീച, പോ എന്ന് പറഞ്ഞ് അവനെ ശപിച്ചു. അതിന് മറുപടിയായിട്ട് 11-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തിൽ എഴുതിയിട്ടുണ്ട്: പിന്നെ ദാവീദ് അബീശായോട് തൻ്റെ സകല ഭൃത്യന്മാരോടും പറഞ്ഞത്: എൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട മകൻ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു എങ്കിൽ ഈ ബെന്യാമിൻ ചെയ്യുന്നത് ആശ്ചര്യമോ? അവനെ വിടുവിൻ, അവൻ ശപിക്കട്ടെ, യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. അത് കേട്ടോ, ദാവീദിനറിയാം അവൻ്റെ ശാപം വരുന്നത് ഇവനെ ദൈവം കൽപ്പിച്ചിട്ടാണ് അവനത് പറയുന്നതാണ് ദാവീദ് അവിടെ പറയുന്നത്. അതിനുശേഷം 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: പക്ഷേ യഹോവ എൻ്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവൻ്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് താനത് പറയുന്നത്. സകല ഭൃത്യന്മാരും തൻ്റെ കൂടെയുണ്ട്, സകല വില്ലാളി വീരന്മാരും കൂടെയുണ്ട്. അതിനകത്ത് ചോദിക്കുന്ന, നിങ്ങൾ ഇടയ്ക്കുള്ള വാക്കിൽ വായിച്ചല്ലോ, തല വെട്ടിക്കളയട്ടെ എന്ന് വരെ ഒരു രാജഭൃത്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ദാവീദ് ഇങ്ങനെ പറയുന്നത്: ഈ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം വരും. നമുക്ക് ശാപമോ വിഷമോ എന്തുവോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ, അനുഗ്രഹിക്കാനായിട്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആയാൽ മാത്രം മതി, ദൈവത്തിൽ വസിച്ചാൽ മതി. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ അവൻ സാധിക്കും. നമ്മുടെ ദൈവത്തോട് കൂടെ നടന്നാൽ മതി. നമ്മുടെ വിഷമമോ പ്രശ്നമോ ഏതിനും പരിഹാരം ഒന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ പറയും, ഓരോ ട്രീറ്റ്മെൻറ്റിനും ഓരോ ടൈപ്പ് ഓഫ് മെഡിസിനാണ് നമ്മൾ എടുക്കുന്നത്. എന്നാൽ നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും ഒറ്റ ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ: കർത്താവായ യേശു ക്രിസ്തു. വേറെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, ഒറ്റ ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ: യേശു ക്രിസ്തു. അടുത്ത വാക്യങ്ങളിലോട്ട് പോകുമ്പോൾ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു: യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിയുവിൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. കാരണം ദൈവനാമത്തിന് വേണ്ടി വിളിച്ച് വേർതിരിച്ച ഒരു ജനമാണ് നാം ഓരോരുത്തരും. നാം മറന്നു പോരുത്. നമുക്കെതിരെ എത്ര ആയുധം വന്നാലും അത് ഫലിക്കുകയില്ല. കാരണം നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ സത്യനാമത്തിൽ നടത്തുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചവരാണ്. നമുക്കെതിരെ ഒരു ആയുധവും ഫലിക്കുകയില്ല. അതാണ് ദാവീദ് അവിടെ പറയുന്നത്: യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവീൻ. അപ്പോൾ നമുക്കെതിരെ എന്തെങ്കിലും വിഷമം വരുമ്പോൾ നാം പറയണം: ഞാനൊരു യഹോവ ഭക്തനായ പുരുഷനാണ്, ഞാനൊരു ദൈവമകനാണ്, എനിക്കെതിരെ ഒരു ആയുധവും ഫലിക്കുകയില്ല. അടുത്ത വാക്യങ്ങളിലേക്ക് എഴുതിയിരിക്കുമ്പോൾ: നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ, 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കും: നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കും. നമ്മളെങ്ങനെയാണ് നമ്മൾ ഹൃദയത്തിൽ എങ്ങനെയാണോ നിങ്ങളുടെ കിടക്കമേൽ മൊബൈലിൽ ധ്യാനിച്ച് മൗനമായിരിക്കും, അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ബെഡിൽ ചെന്നിരുന്ന് പതുക്കെ മൊബൈലെടുത്ത് വെച്ച് അതിനകത്ത് ഇങ്ങനെ ഓരോന്നോരോന്ന് റീൽസും ഇതുമൊക്കെ കണ്ട് മെസ്സേജുകൾ കേട്ട് അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ വൈകുന്നേരം ബെഡിൽ പോകുമ്പോൾ ചെയ്യുന്നത്. മിക്ക ആൾക്കാരും, ഞാനങ്ങനെ ചെയ്യാറുണ്ട്, എനിക്ക് സത്യമായിട്ട് പറയാം, ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് മിക്ക ആൾക്കാരും ചെയ്തത്. എന്നാൽ മൊബൈലിന് മുമ്പ് അങ്ങനെയല്ലായിരുന്നു. നമ്മൾ ചെന്നിരുന്ന് ബെഡിലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവം ചെയ്ത. എന്നാൽ ഇപ്പോഴും അങ്ങനെയാണ്. എന്നാലും മൊബൈൽ ഒരു നോക്കും. അതിൻ്റെ മെസ്സേജൊക്കെ എല്ലാവർക്കും തിരിച്ചയച്ചോ, കാരണം പകൽ സമയമില്ലാത്തതുകൊണ്ട് വൈകിട്ട് എല്ലാവർക്കും മെസ്സേജൊക്കെ തിരിച്ചയച്ചോ, എല്ലാമൊക്കെ കേട്ട് എന്നാലും നാം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ അന്ന് രാവിലെ മുതൽ നമ്മൾ ആ ബെഡ് വിട്ട് ഇറങ്ങിയ നിമിഷം തൊട്ട് നമ്മൾ തിരിച്ച് ആ ബെഡിൽ ചെല്ലുന്ന നിമിഷം വരെ കർത്താവിൻ്റെ കണ്ണ് നമ്മളോട് കൂടെയായിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് അവിടെ ഇരിക്കുന്നത്: നാം കിടന്നുറങ്ങുമ്പോൾ നാം ദൈവത്തിൽ
ധ്യാനിച്ച് മൗനമായിരിക്കും. നമ്മൾ ധ്യാനിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ യേശുവിനോട് കൂടെ ഉറങ്ങി യേശുവിനോട് കൂടെ എഴുന്നേൽക്കുന്നവരായി തീരുന്നുവെങ്കിൽ ദൈവം നമുക്ക് പ്രത്യാശയിൽ ജീവിക്കാനായിട്ട് കഴിയും. സമാധാനത്തോടെ അവസാനം പറയുന്നുണ്ട്, ആ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ, അതായത് അന്ന് ദിവസം നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തു, എവിടെല്ലാം പോയി, എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് ഓർത്ത്, കർത്താവേ അങ്ങേക്ക് അനിഷ്ടമായിട്ട് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ വന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് ആ സമാധാനത്തോടെ ഉറങ്ങുവാനായിട്ട് കഴിയും. പിറ്റേ ദിവസം നാം കാണുമ്പോൾ നമുക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ഇന്ന് എത്രയോ പേര്, നമുക്കറിയാം, എത്ര ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ ഉറങ്ങി എഴുന്നേൽക്കാതിരിക്കുമ്പോൾ വിളിച്ചിട്ട് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ചെന്ന് നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഉറങ്ങണം. ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ മരിച്ചാലും ക്രിസ്തുവിനോട് കൂടെ, ഞാൻ ജീവിച്ചാലും ക്രിസ്തുവിനോട് കൂടെ, മരിച്ചാലും ക്രിസ്തുവിനോട് കൂടെ. അപ്പോൾ കിടക്കമേൽ ഹൃദയത്തിൽ ദൈവത്തെ ധ്യാനിച്ച് മൗനമായ ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കും. താഴോട്ടുള്ള പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ. ആ 8ാമത്തെ വാക്യം കൂടെ വായിച്ച് ഇരുന്നു കൊള്ളാം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. നമുക്ക് സമാധാനത്തോടെ, നമ്മൾ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, കർത്താവ് എനിക്ക് ഇച്ചിരി സമാധാനം മാത്രം മതി, എനിക്കൊന്നും വേണ്ട, എനിക്കൊരു സമാധാനമായിട്ടൊന്ന് ഉറങ്ങിയാൽ മതി. ഞാൻ എത്ര ദിവസമായി ഉറങ്ങിയിട്ടെന്നൊക്കെ ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ദൈവം ആ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ഈ ലോകത്ത് പലരോടും നമുക്കത് പങ്കുവെക്കാൻ കഴിയും, നമ്മുടെ വിഷമങ്ങളൊക്കെ. എന്നാൽ ആശ്വാസമൊക്കെയും അവർ പകരും. പക്ഷെ അതൊക്കെ ഒരു നീർക്കുമുളകളെ പോലെ അത് ഇല്ലാതെയായി പോകും. എന്നാൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സമാധാനം, ആ പരിശുദ്ധാത്മാവിൻ്റെ നമ്മളെ മേലുള്ളൊരു കൂട്ടായ്മ, നമ്മൾ ആശീർവാദം പറയുമ്പോൾ പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, അതൊരിക്കലും നാം വിട്ടുപോകരുത്. ആ കൂട്ടായ്മയിൽ എപ്പോഴും നിലനിൽക്കുമ്പോൾ നമുക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി എഴുന്നേൽപ്പാൻ തക്കവണ്ണം ഇടയാകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രബോധനത്തിലിരിക്കുന്നു.